ഞാനെന്നുള്ളത് ബാംഗ്ലൂരുള്ള ചാമറാജ്പേട്ട് ആട് മാർക്കറ്റിലാണ്. നമ്മുടെ ബക്രീദ് ആവുന്നതോടുകൂടി ഇവിടെ ആടുകൾക്ക് ഒരുപാട് ആവശ്യക്കാർ വരും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആടുകൾ ഇവിടെ എത്തും. അത് മേടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബക്രീദ് ആകുമ്പോഴേക്കും ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഉത്സവമായിട്ട് മാറും. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ച നമ്മളിവിടെ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് പകർത്തിയെത്തിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്ത ഇനം ആടുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ വില സഹിതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാമല്ലോ. 10,000 രൂപ മുതൽ 1.5-2 ലക്ഷം രൂപ വരെ വില വരുന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് അവർ പറയുന്ന വിലയുടെ ഒരു 60-70% വരെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് നേടി എടുക്കാനും പറ്റും. നല്ല ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർ ഇങ്ങോട്ട് എത്തണം. ഒരുപാട് നാടൻ ഇനങ്ങളും അതുപോലെ പുറത്തു നിന്നുള്ള വ്യത്യസ്ത ഇനം ഫാൻസി ഇനങ്ങളിൽപ്പെട്ട ആടുകളൊക്കെ കൂട്ടത്തിലുണ്ട്. കൂടുതലായിട്ട് വിറ്റ് പോകുന്നത് അമീർ ഗദ് എന്ന് പറയുന്ന ഒരു ഇനമാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതിൻ്റെ വില വരുന്നത് ഏകദേശം 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. അത് അതിൻ്റെ സൈസ് അനുസരിച്ച്, അതായത് അതിൻ്റെ തൂക്കവും വെയിറ്റൊക്കെ അനുസരിച്ച് വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ കൂടുതലായിട്ട് ചിലവഴിക്കുന്ന ഒരു ഇനം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള ബണ്ണൂർ ഇനത്തിൽപ്പെട്ടവരാണ് ആടുകളാണ്. അതിൻ്റെ വില ഏകദേശം 35,000 മുതൽ 45,000 രൂപ വരെയൊക്കെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഇനമാണ്. അതുപോലെ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഫാൻസി ഇനത്തിൽപ്പെട്ട ആടുകളെ മറ്റേ ഡെക്കറേഷനൊക്കെ ചെയ്ത്, അതായത് കുറച്ച് അലങ്കാരമൊക്കെ കൊടുത്ത് അതിൻ്റെ കൊമ്പിലൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കി ആകർഷിപ്പിച്ചുകൊണ്ട് ആളുകളെ അടുത്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അതിനെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന ആളുകൾ വില കൊടുത്ത് മേടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നാടൻ ഇനങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 മുതൽ 15,000 രൂപ ആ റേഞ്ചിൽ വളരെ വില കുറവിൽ തന്നെ അവർക്ക് ആളുകൾക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നാടൻ ഇനങ്ങളെ, അതുപോലെ അസുഖങ്ങൾ വരാനും സാധ്യത കുറവ് നാടൻ ഇനങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ ഇനങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. ബക്രീദ് ആവുന്നതോടുകൊണ്ട് തന്നെ പലരും ഒറിജിനൽ വിലയുടെ ഇരട്ടിയോളമൊക്കെ ഡിമാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് നല്ലപോലെ വില കുറച്ച് മേടിക്കാൻ കഴിവുള്ളവർ ഇവിടെ നമ്മുടെ പോയി മേടിക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബക്രീദിൻ്റെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാര്യങ്ങൾ അവിടെ പോയി മേടിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷേ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ബക്രീദിന് മുൻപായിട്ട് തന്നെ പോയി മേടിക്കണം. ബക്രീദ് കഴിയുന്നതോടുകൂടി മാർക്കറ്റിലെ ഡിമാൻഡ് കുറയും, സാധനങ്ങൾ കിട്ടാതെ വരുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തും. അതായത് നമ്മുടെ ഫെസ്റ്റിവലിന് 2 ദിവസം മുമ്പ് തൊട്ട് തന്നെ തിരക്ക് വൻ രീതിയിലേക്ക് എത്തും. ഒരുപാട് ആടുകളെത്തും, ഒരുപാട് ആളുകളത് മേടിക്കാനെത്തും. അങ്ങനെ ബക്രീദിന് മുമ്പ് ബക്ര മേടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുമെന്നാണ് അവർ പറയുന്നത്. ബക്രീദിന് മുമ്പ് ബക്ര മേടിക്കാൻ കൊള്ളാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ഇവിടെ വളരെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ആടുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ചില ഇനങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. പക്ഷേ എനിക്കിതുമായിട്ട് ആട് വളർത്തലുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ആടുകളുടെ പേര് പറയുമ്പോൾ അതിൻ്റെ ഉച്ചാരണം ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതായത് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റിപ്പോവും. അതായത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതൊക്കെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അമീർ ഗദ്, അതുപോലെ ബണ്ണൂറൊക്കെ പറഞ്ഞു. അതുപോലെ സിറോഹി, സൊജാത്ത്, അജ്മേറ, നൂബിയാൻ, ബ്ലാക്ക് ബംഗാൾ, ബോയർ, പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ജംന പ്യാരി, ടോഗൺബർഗ്, അൽപൈൻ, ലാമഞ്ച, വെൽഷ് ബ്ലാക്ക് നെക്ഡ്, വെറാട്ട, സനീൻ, ഒബ്ബർ ഹസ്ലി, കലഹാരി, അങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ട ആടുകൾ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആടുകൾ ഏതൊക്കെ പേരിലുള്ളതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ അത്രയ്ക്കും ഗ്രാഹ്യം എനിക്ക് ആട് വളർത്തുന്നതിനെ കുറിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു പോയത്. ഒരുപാട് ആളുകൾ ആടിനെ മേടിക്കാൻ വന്നിട്ട് അത് മേടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ശരിക്കും പറഞ്ഞാൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാം അവരുടെ ഓട്ടോറിക്ഷയിലും. അതുപോലെ നമ്മൾ ഓർക്കും ഇത്രയും വലിയ ആടുകൾ ഈ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു 3-4 ആടുകളൊക്കെ ഒരുമിച്ച് കുത്തിക്കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ വളരെ രസമാണ്. ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നെങ്കിൽ MVD അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പൊക്കെ പണ്ടേ ഇടപെട്ടാനെ. ഇത് വേറെ നാട്ടിലായതുകൊണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. ചിലവർ ആടുകളെയൊക്കെ കൂട്ടത്തോടെ കെട്ടിയിടുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആടുകളുടെ കൊമ്പുകളുടെ ഇടയിൽ കയറുടക്കുന്നു, കൊമ്പുകളുടെ മുകളിൽ കൂടി കയർ പോകുന്നു. അങ്ങനെ ആടുകളുടെ കഴുത്തിലെ കുരുക്ക് മുറുകിയൊക്കെ വരുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അത് കുരുക്ക് മാറ്റാനായിട്ട് വീണ്ടും ആടുകളെ വലിച്ചു പിടിച്ചൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു മാർക്കറ്റിൽ ഇത്തരം സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ അവർ നമ്മുടെ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നില്ല. കാര്യം മൃഗസംരക്ഷണ വകുപ്പൊക്കെ ഏറ്റെടുത്താനേ പണ്ടേക്ക് വേണ്ടേ. ഇതിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് കാര്യങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആട് മാർക്കറ്റാണെങ്കിലും ആടുകളുടെ വലിയ കരച്ചിലും ബഹളങ്ങളൊന്നുമില്ല. ഇവിടെ ആളുകളുടെ സംസാരവും വിലപേശലും പിന്നെ ഈ കപ്പലണ്ടി അടിക്കലും മാത്രമേ നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ആടുകളുടെ കരച്ചിലുകളൊക്കെ വളരെ കുറവാണ്. മൊത്തത്തിൽ വളരെ സൈലൻ്റ് ആണ്.
പക്ഷേ പെരുന്നാളിനോട് എടുക്കുമ്പോൾ ഈ തിരക്കൊന്നുമല്ല, നിന്ന് തിരിയാൻ പോലും പറ്റാത്ത തിരക്കായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. അത്രക്കും തിരക്കായിരിക്കും, അത്രക്ക് ആളുകൾ ഇങ്ങോട്ടെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിവിടെ പലരോടും മേടിക്കാൻ വരുന്നവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻ വർഷങ്ങളെക്കാൾ ഈ വർഷം വളരെ വില കൂട്ടിയാണ് ഒരു വിൽക്കുന്നതെന്നാണ്. അതായത് മുൻ വർഷം ഒരു ജോഡി 25,000 രൂപക്കൊക്കെ വാങ്ങിയിരുന്ന ആടുകൾ ഈ വർഷം അത് 40,000 50,000 രൂപയിലേക്ക് എത്തി. അതായത് ഇരട്ടിയോളം വിലയിലേക്ക് എത്തിയെന്നാണ് ഇവിടെ മേടിക്കാൻ വന്ന ചില ആളുകൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ ബാംഗ്ലൂരിലെ ചാമരാജ്പേട്ടിലെ ഈ ഏറ്റവും വലിയ ഒരു ആട് മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ ചാമരാജ്പേട്ടിലെ ആട് മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോസൊന്നും മലയാളത്തിലൊന്നും കണ്ടില്ല, ഹിന്ദിയിലും അതുപോലെ അവിടുത്തെ ഭാഷയിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു പോയതിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ ആടുകളുടെ പേരിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ആട് വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ വീഡിയോ കാണുന്നവർക്കൊരു കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിച്ചത്. ओके, कितना टाइप वैरायटी है इधर? बहुत वैरायटी है यहाँ। बहुत है। हाँ, बहुत मीन्स लंबी जात का है, नाटी जात का है, बंदूर है, ये सब वगैरह वगैरह। जोड़ा 60 3 भी 60,000 रुपये देते हैं। नाम नहीं? बिलाल। बिलाल ബക്രീദ് കഴിയുന്നതോടുകൂടി ഈ ആട് മാർക്കറ്റിൻ്റെ വിപണി വഴിയെ താഴും. പിന്നെ അത്രയ്ക്ക് വലിയ ആടുകളൊന്നും പിന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്. ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും വിപുലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ബാംഗ്ലൂരിലെ ചാമരാജ്പേട്ടിലെ ഈ ആട് മാർക്കറ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ ചെയ്തത് ഞാനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു പലരും ചെയ്തത് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് ആട് സ്നേഹികൾക്കായി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ ധന്യനാണ്. അപ്പോൾ ഈ വീഡിയോ മറ്റ് ആട് സ്നേഹികൾക്കായിട്ടും മറ്റ് ഇതുപോലെ പരിപാലനമൊക്കെ ചെയ്യുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. भैया ये वैरायटी का नाम क्या है? നമ്മളും പലരോടും ആടുകളുടെ വിലയും ഇനം ഏതാണെന്നൊക്കെ ചോദിക്കാൻ ശ്രമിച്ചിട്ട് ചിലവർ നമ്മളോട് പ്രതികരിക്കുന്നില്ല. കാരണം നമ്മൾ ഈ മൊബൈലും ക്യാമറയൊക്കെ തൂക്കിയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർക്കറിയാം നമ്മൾ സാധനം മേടിക്കാൻ വന്നേക്കണമല്ല എന്നറിയാം. സ്വാഭാവികമായിട്ടും വില പറഞ്ഞു പോയാൽ മറ്റുള്ളവർ വില അറിയുമെന്ന് ഓർത്തിട്ടാണോ, ഇനി നമ്മൾ മേടിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ ചിലവർ സഹകരിക്കുന്നില്ല. അത് നമ്മൾ ചോദിച്ചിട്ട് വലിയ പ്രതികരണമൊന്നുമില്ല. പിന്നെ നമ്മൾ സംസാരിക്കുന്നതും മുറി ഹിന്ദിയിലാണ്, അതായത് നമുക്ക് പെർഫെക്റ്റായിട്ട് ഹിന്ദി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോൾ അവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. പലരും കന്നഡ സംസാരിക്കുന്ന ആളുകളാണ്, ഹിന്ദി അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട് ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും പല സ്ഥലത്തുനിന്ന് കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഈ വ്യത്യസ്ത ആടുകളെയൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ആട് മാർക്കറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ പരിചയത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ആട് പരിപാലനമൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് ജീവജാലങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.